ആചാര്യജി, ഒരു വശത്ത് നിങ്ങൾ ശാന്തത പാലിക്കാനും സ്വയം ആസ്വദിക്കാനും പറയുന്നു. പക്ഷെ ഞാൻ കാണുമ്പോൾ എനിക്ക് ചുറ്റും എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയും അത് തിരുത്താൻ ഞാൻ പോരാടേണ്ടി വരികയും ചെയ്താൽ എന്താണ് അർത്ഥം? ഞാൻ ആ പോരാട്ടം നടത്തണോ, അതോ സാഹചര്യം മനസ്സിലാക്കി അതിന്റെ വഴിക്ക് പോകാൻ അനുവദിക്കണോ? മഞ്ജീദ്, നമ്മൾ അസ്വസ്ഥരായ എല്ലാ ആളുകൾക്കെതിരെയും അതിലും ശക്തമായി നമ്മളെക്കൊണ്ട് പറ്റുന്നതുപോലെ പോരാടണം. അസ്വസ്ഥരായ ആളുകളെ കണ്ടപ്പോൾ മഞ്ജീദും അസ്വസ്ഥനായി. ഇപ്പോൾ മഞ്ജീദിനെതിരായ പോരാട്ടം ആര് ആരംഭിക്കും? ചുറ്റിലും കുഴപ്പങ്ങളുള്ളപ്പോൾ എങ്ങനെ ശാന്തത പാലിക്കാൻ കഴിയും? അസ്വസ്ഥത പടരുന്നു. അത് കാണുമ്പോൾ താങ്കളും അസ്വസ്ഥനായി. ശേഷം പോരാടണം എന്ന് പറയുന്നു. അപ്പോൾ മുമ്പ് 10 അസ്വസ്ഥരായ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര പേരുണ്ട്? 11. ഈ 11ാമത്തേതിനെതിരെ ആരാണ് പോരാടുക? അല്ല, നീ എരുതിയിൽ എണ്ണ ഒഴിച്ച് തീകെടുത്താൻ ശ്രമിക്കുകയാണോ? സമരം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും അശാന്തനായി ഇരിക്കണമെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? അസ്വസ്ഥനായ പട്ടാളക്കാരനെ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കും. അവൻ ഒന്നിനും കൊള്ളാത്തവനായിരിക്കും. ചുവാങ്സുവിന്റെ അദ്ദേഹത്തിന്റെ പൂവൻ കോഴിയുടെ കഥ കേട്ടിട്ടുണ്ടോ? ഒരു കോഴിയുണ്ട്, അതിനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോഴിപ്പോരിനായി ഉണ്ടോ? കോഴികളെ അഴിച്ചുവിടുന്നു, പരസ്പരം പോരടിപ്പിക്കുന്നു, അവയുടെ മേൽ പന്തയം വയ്ക്കുന്നു. വളരെ രസകരമായ കളിയാണ്. നടന്നിരുന്നു പണ്ട്. കോഴികൾക്ക് നന്നായി തീറ്റയും വെള്ളവുമൊക്കെ നൽകുന്നു, നന്നായി പരിപാലിക്കുന്നു, നഖങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നു. അങ്ങനെ ദിവസങ്ങൾ പലതും കടന്നുപോയി. അവന്റെ പരിശീലകൻ, ഹെഡ് ട്രെയിനർ, കോഴിയെ കാണാൻ വരുന്നു. പൂവൻ കോഴിയുടെ മത്സരത്തിനുള്ള 1 മാസത്തെ മികച്ച പരിശീലനം ഇപ്പോൾ കഴിഞ്ഞതേയുള്ളൂ. മറ്റു കോഴികളെ കാണുമ്പോൾ തന്നെ ഈ കോഴി ചിറകടിച്ചു തുള്ളാൻ തുടങ്ങുന്നത് അദ്ദേഹം അകലെ നിന്നും കണ്ടു. ശബ്ദമുണ്ടാക്കുന്നു. എതിരാളി ദൂരത്തുണ്ടെങ്കിൽ പോലും ദേഷ്യം കൊണ്ട് അത് നിലത്തുകുത്തുന്നു. അപ്പോൾ മുഖ്യ പരിശീലകൻ പറഞ്ഞു, ഇപ്പോഴല്ല, ഇനിയും തയ്യാറാക്കൂ. ഇതിനെ ഇനിയും തയ്യാറാക്കൂ. ഇതിപ്പോൾ ഒന്നിനും കൊള്ളില്ല. ഏതാനും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വന്ന് കോഴിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കി. കോഴി മുമ്പത്തേക്കാൾ അല്പം ശാന്തമാണെന്ന് അയാൾ കാണുന്നു. പക്ഷേ എതിർക്കോഴി പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ പരിഭ്രാന്തനായി മാറുന്നതും അദ്ദേഹം ശ്രദ്ധിച്ചു. പൂവൻ കോഴി ചിറകുകൾ ഉയർത്തുന്നു, നഖങ്ങൾ നിലത്തുരയ്ക്കുന്നു, അതിന്റെ കണ്ണുകൾ ചുവക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴുമായിട്ടില്ല, ഇനിയും തയ്യാറാക്കൂ. കുറച്ചു മാസങ്ങൾക്ക് ശേഷം വീണ്ടും വരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നു, ചുറ്റിനും എത്ര പ്രകോപിപ്പിക്കുന്ന ശബ്ദങ്ങളുണ്ടായാലും, എത്ര ശത്രുക്കൾ നിന്നാലും ഈ കോഴി നിശബ്ദമായി അതിന്റെ സ്ഥാനത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു. അതിന്റെ മുഖ്യ പരിശീലകൻ പറയുന്നു, ഇപ്പോൾ ഈ കോഴി യുദ്ധത്തിന് എന്തുകൊണ്ടും തയ്യാറാണ്. ഇവൻ ഫീൽഡിൽ പ്രവേശിക്കും. അവനൊന്ന് നോക്കിയാൽ മാത്രം എന്നേക്കുമായി എതിരാളി മൈതാനം വിടും. ആഴം കുറഞ്ഞ പാത്രങ്ങൾ പെട്ടെന്ന് തിളച്ചുമറിയും, അല്ലേ? ആഴം വേണം, അത്ര പെട്ടെന്ന് തിളച്ചു തൂവരുത്. ഓർക്കുക, നിങ്ങളുടെ ചുറ്റുമുള്ള ഈ 10 പേർ നിങ്ങളെക്കാൾ അസ്വസ്ഥരാണ്. അവരും നിങ്ങളെപ്പോലെ തന്നെയാണ്. അവർക്കും അങ്ങനെ തോന്നുന്നതുകൊണ്ടാണ് അവർ അസ്വസ്ഥരാകുന്നത്. ആ 10 പേർക്കും അവരുടെ അശാന്തിയെ ന്യായീകരിക്കാൻ അവരുടേതായ യുക്തികളുണ്ട്. അവർക്കും തോന്നുന്നുണ്ട് എവിടെയോ എന്തോ തെറ്റാണെന്ന്. അതുകൊണ്ട് അസ്വസ്ഥരാണ്.
അവർ കരുതുന്നു അവർക്കും അസ്വസ്ഥരാകാനുള്ള അവകാശമുണ്ട് എന്ന്. എനിക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിച്ചിട്ടില്ല. ഞാൻ അസ്വസ്ഥനാണ്. ആരോ എന്റെ അവകാശം തട്ടിയെടുത്തു. അതുകൊണ്ട് ഞാൻ ദേഷ്യത്തിലാണ്. എല്ലാവർക്കും അവരവരുടെ ദൃഷ്ടിയിൽ ന്യായമായ കാരണമുണ്ട്. എന്നാൽ അശാന്തിക്ക് ഒരിക്കലും കാരണങ്ങളില്ല. മണ്ടത്തരത്തിന് അനുകൂലമായി എന്ത് യുക്തിസഹജമായ വാദമാണ് നിങ്ങൾ നൽകുക? വഴക്ക് കൂടാം. സ്ഥിരതയോടെ, ശാന്തതയോടെ, മൗനത്തോടെ പോരാടൂ. ലോകത്തിനിപ്പോൾ അത്തരം പോരാളികളെയാണ് ആവശ്യം. കബീർ സാഹിബിന്റെ ധീരനായ യോദ്ധാവ്. അവൻ പോരാടിക്കൊണ്ടേയിരിക്കും. അവസാന ശ്വാസം നിലയ്ക്കും വരെ പോരാളി ഒരിക്കലും രണഭൂമിയിൽ നിന്ന് പിന്മാറില്ല. कबीर साचा सूरमा लड़े हरि के हेत, पुरजा पुरजा कट मरे तबहू न छाड़े खेत. അതുപോലുള്ള പോരാളിയെയാണ് നമുക്ക് വേണ്ടത്. യുദ്ധത്തിൽ കഷണങ്ങളായി കൈകാലുകൾ മുറിഞ്ഞു വീണാലും അദ്ദേഹം പോരാട്ടത്തിൽ നിന്ന് പിന്മാറില്ല. ഈ യോദ്ധാവിന്റെ അടയാളം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവൻ ആദ്യം തന്റെ എല്ലാ അസ്വസ്ഥതകളും പിന്നിൽ ഉപേക്ഷിക്കും. ആദ്യം ചിന്തകളെ മറക്കും, പിന്നീട് യുദ്ധത്തിന് പോകും. ഇനി ആരസ്വസ്ഥനാകും? തലയോട്ടി തന്നെയാണ് അസ്വസ്ഥതയുടെ വീട്. അത് പിന്നിൽ ഉപേക്ഷിച്ചു. പോരാട്ടം തീർച്ചയായും വേണം. വിശുദ്ധ യുദ്ധങ്ങൾ ആവശ്യമാണ്. ധർമ്മയുദ്ധം ചെയ്യാൻ കഴിയുക തികച്ചും ശാന്തനായ ഒരാൾക്ക് മാത്രമാണ്.